ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷൻ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് അപ്ഡേറ്റ്സിനെ കുറിച്ച് ഗോത്രൂ ചെയ്തിരുന്നു. സോ ഒപ്റ്റിമിസ്റ്റിക് റെസ്പോൺസ് എന്തിനാണെന്ന് വെച്ചാൽ UI-നെ ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അപ്പോളോ സ്റ്റോറിൽ അതെന്ന് വെച്ചാൽ അത് ഗസ് ചെയ്യും ഡാറ്റ, എന്നിട്ട് അത് അപ്ലൈ ചെയ്യും UI-ൽ. എന്നിട്ട് റെസ്പോൺസ് വന്നാൽ UI വീണ്ടും റിയൽ ഡാറ്റ വെച്ചിട്ട് അത് സെറ്റിൽ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു റോങ്കസ് ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് UI-ൽ ഫസ്റ്റ് ജമ്പ് ചെയ്തിട്ട് പിന്നീട് കറക്റ്റ് ഡാറ്റയിലേക്ക് അത് കൊണ്ടുവരുന്നുള്ളത്. സോ ഇത് സേഫ് സ്ട്രാറ്റജിയാണ്. UI-ൻ്റെ സ്പീഡും യൂസർ എക്സ്പീരിയൻസും കുറച്ചുകൂടി ബെറ്റർ ആക്കി തരുന്നു എന്നുള്ളത് പറഞ്ഞു നമ്മൾ. ഓക്കെ, ഇനി ഇത് പ്രൊഡക്ഷൻ ആപ്സിലെ ലാറ്റൻസി ഹൈഡ് ചെയ്യാനുള്ള മികച്ച സ്ട്രാറ്റജിയാണ്. അപ്പോളോ ക്ലയൻറ്റിൽ ബിൽറ്റ് ഇൻ സപ്പോർട്ട് ഉണ്ടെന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും ഇത്. എന്നാൽ ലൈക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഒരു ചെറിയ ബഗ് ഉണ്ടായിരുന്നു. സോ അതാണിത് ഗോത്രൂ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത്. സോ ഞാൻ റീലോഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളൊരു പുതിയ റിലിക്സ് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് വിൽ പ്ലേ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ലോഡിംഗ് ആണ് വരുന്നത്, എററും വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, സോ ഒരു എറർ വന്നിട്ട് ലോഡിംഗ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണ്. സോ ഇതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, സ്ക്രീനിൽ എറർ മെസ്സേജ് പ്ലസ് ലോഡിംഗ് ആണ് കാണിക്കുന്നത്. സോ റിക്വസ്റ്റ് റിസോൾവ് ആകുന്നില്ല. അപ്പോൾ ലിറിക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തോ മിസ്സിങ് ഡാറ്റ ആയതുകൊണ്ടാണ് അപ്പോളോ ഇത് ക്രാഷ് ആവുന്നത്. ഇനി നമുക്ക് റൂട്ട് കോസ് നോക്കാം എന്താണെന്നുള്ളത്. സോ ലിറിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫോമിലുള്ള മ്യൂട്ടേഷൻ നമുക്കൊന്ന് ഗോത്രൂ ചെയ്ത് നോക്കാം എന്താണെന്ന് എഴുതിയിരിക്കുന്നത്. ക്രിയേറ്റ്. സോ ഈ മ്യൂട്ടേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ നമ്മൾ സോങ്ങിൻ്റെയും ലിറിക്സിൻ്റെയും IDസും ഡീറ്റെയിൽസുമാണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നത്. സോ അതിൽ കണ്ടൻറ്റ് ഇപ്പോൾ സോങ്ങിൽ നമ്മൾ കഴിഞ്ഞാൽ ലിറിക്സിൽ ഫെച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ IDയും കണ്ടൻറ്റും മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ലൈക്സ് പ്രോപ്പർട്ടി ക്വറിയിൽ ചോദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ UI-ൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലിറിക്സ് റെൻഡർ ചെയ്യുമ്പോൾ ലൈക്സ് ആ ഫീൽഡിനെ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫീൽഡ് കിട്ടാതെ ആയിരിക്കുമ്പോഴാണ് ഈ എറർ ത്രോ ചെയ്യാം. സോ ഇതിൻ്റെ ഫിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഈ കണ്ടൻറ്റിന് ശേഷം നമ്മൾ ലൈക്സ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, എന്നിട്ട് സേവ് ചെയ്യുക. സോ അത് കറസ്പോണ്ടിങ്ങിൽ അത് വർക്കാവും. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് റൺ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇത് വിൽ സീ ടുഡേ എന്ന് പറഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സോ ഇത് വർക്കായിട്ടുണ്ട് കറൻ്റ്ലി. സോ പുതിയ ലിറിക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ലൈക്കും കറസ്പോണ്ടിങ്ങിൽ വർക്കാവുന്നുണ്ട്. സോ ഇതിലൊരു ചെറിയ ബഗ് ഉണ്ട് നമ്മൾ ആഡ് ചെയ്തതിൽ. മുമ്പ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ 1 2 എന്നല്ല 1 ആണ് വേണ്ടത്. ഒന്ന് സേവ് ചെയ്തു, തിരിച്ച് സേവ് 1ലേക്ക് സേവ് ചെയ്തു. ഓക്കെ, ഇനി ഇത് അപ്പോളോയിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാൻ എന്ന് വെച്ചാൽ കൊറികളിൽ ഫീൽഡ് മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ അപ്പോളോയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും. സോ UI എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും ക്വറീസും കൂടിയും UI-ൽ ചോദിക്കണം. ഒരു റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് ലിറിക്സും സോങ് തുടങ്ങി കൺസിസ്റ്റൻ്റ് ആയി തന്നെ പ്രോപ്പർട്ടീസ് എല്ലാം എടുത്ത് തന്നെ ക്വറി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. അല്ലെങ്കിൽ അപ്പോളോ ക്രാഷ് ആയും UI റെൻഡർ സിങ്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലിറിക്ക് ആഡ് ചെയ്തപ്പോൾ ലൈക്സും പ്രോപ്പർട്ടി ഉണ്ടായില്ല, മ്യൂട്ടേഷനിൽ അത് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തു വർക്ക് ആകുന്നുണ്ട്. നമുക്ക് ഇനി ആപ്ലിക്കേഷൻ റാപ്പപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. സോ നെക്സ്റ്റ് സെഷനോട് കൂടി ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മൾ റാപ്പപ്പ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.